2028 മുതൽ ആദായ നികുതി ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഒമാൻ. ഇതോടെ ഗൾഫ് രാജ്യങ്ങളിൽ ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യ രാജ്യമായി ഒമാൻ മാറി. 42,000 റിയാൽ, ഏകദേശം 94 ലക്ഷം രൂപയോ അതിനു മുകളിലോ വാർഷിക വരുമാനമുള്ളവരിൽ നിന്നാണ് നികുതി ഈടാക്കുക. 5% ആദായ നികുതി ഈടാക്കുക. ഏറ്റവും ഉയർന്ന വരുമാനക്കാരായ 1% ആളുകൾ മാത്രമാണ് ഇതിന്റെ പരിധിയിൽ വരികയുള്ളൂ എന്ന് ഒമാനി വാർത്താ ഏജൻസി പറഞ്ഞതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. എണ്ണ വരുമാനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനൊപ്പം സാമൂഹിക ചെലവുകൾ സംരക്ഷിക്കുകയുമാണ് ഈ നടപടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഒമാൻ സാമ്പത്തിക മന്ത്രി സയ്യിദ് ബിൻ മുഹമ്മദ് അൽ സഖ്രി പറഞ്ഞു. ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിലെ 6 രാജ്യങ്ങളിൽ ഒരംഗവും ഇതുവരെ ആദായ നികുതി ചുമത്തിയിരുന്നില്ല. ഇത് ഈ മേഖലയിലെ ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആദായ നികുതി ഈടാക്കുന്നതിനാൽ വർഷങ്ങളോളമായി ഉയർന്ന ശമ്പളം വാങ്ങുന്ന വിദേശ തൊഴിലാളികളെ ഈ മേഖല ആകർഷിക്കുന്നുണ്ട്. അതിനാൽ ഒമാന്റെ തീരുമാനം നിർണായകമാകും. സാധ്യതകൾ കുറവാണെങ്കിലും ഗൾഫ് മേഖലയിൽ വരാൻ പോകുന്ന ഒരു പ്രധാന സാമ്പത്തിക പരിഷ്കരണമായി ഇത് നിലകൊള്ളുമെന്ന് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ചീഫ് ഇക്കണോമിസ്റ്റ് മോണിക്ക മാലിക് ബ്ലൂംബർഗിനോട് പറഞ്ഞു. മത്സരക്ഷമത നിലനിർത്തിക്കൊണ്ട് തന്നെ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ഒമാൻ മുന്നോട്ട് പോവുകയാണ്. ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾ ഈ മേഖലയിലേക്ക് മാറുന്ന സമയമാണിതെന്നും അവർ കൂട്ടിച്ചേർത്തു. മിക്ക GCC രാജ്യങ്ങൾക്കും ശക്തമായ സാമ്പത്തിക അടിത്തറയുണ്ടെങ്കിലും ഫോസിൽ ഇന്ധനങ്ങൾക്കുള്ള ആഗോള ആവശ്യകത കുറയുന്നതിനാൽ ഈ രാജ്യങ്ങൾക്ക് വരുമാന മാർഗമായി നികുതി ഏർപ്പെടുത്തിയേക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി പറഞ്ഞിട്ടുമുണ്ട്. മറ്റു രാജ്യങ്ങളെ പോലെ എണ്ണ വരുമാനത്തിലുള്ള ആശ്രയം കുറയ്ക്കാൻ ഒമാനും പരിഷ്കാരങ്ങൾ നടത്തിവരികയാണ്. കഴിഞ്ഞ വർഷം തങ്ങളുടെ ഊർജ്ജ കമ്പനിയുടെ പര്യവേക്ഷണ ഉൽപാദന യൂണിറ്റിന്റെ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് IPO-യിലൂടെ $2 ബില്യൺ ഒമാൻ സ്വരൂപിച്ചിരുന്നു. ഒമാന്റെ ആദായ നികുതി ഭാവിയിൽ മറ്റ് GCC രാജ്യങ്ങൾക്കും നികുതി സമ്പ്രദായം നടപ്പാക്കുന്നതിന് ഒരു ഉത്തേജകമായി പ്രവർത്തിക്കുമെന്നും മാലിക് പറഞ്ഞു.